ദൈവനാമത്തിന് മഹത്വം. വീണ്ടും വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പവിത്ര നാമത്തിൽ നിങ്ങളേവർക്കും എൻ്റെ സ്നേഹവന്ദനം. 50 ദിവസത്തെ നൊയമ്പിൻ്റെ കാലം കഴിഞ്ഞു. ആഹാരം വർജിച്ച് നൊയമ്പുകാലം പൂർത്തീകരിച്ചു. വർജിക്കുന്നത് ശരീരത്തിന് വേണ്ടത് തന്നെ. എന്നാൽ നമ്മുടെ നിജജീവിതത്തിൽ ആന്തരികമായി എന്ത് വ്യതിയാനം വന്ന് സ്ഥായിയായി എന്ന് ചിന്തിക്കാം. ഒരു പുതുക്കത്തിൻ്റെ അനുഭവം ഉളവായോ? യഥാർത്ഥ വർജനം ആന്തരികമായ വ്യതിയാനത്തിനും ആത്മാവിൻ്റെ പുതുക്കത്തിനും നിത്യജീവൻ്റെ യഥാർത്ഥ അവകാശത്തിലേക്ക് സ്ഥിരതയോടുകൂടി നടക്കുവാനുമാണോ നാം ആഗ്രഹിച്ചത്? അതോ വർഷാവർഷം കുറച്ച് ദിവസങ്ങൾ നൊയമ്പെന്ന പേരിൽ ഒരു ആചാരമായി മാത്രം കാണുകയാണോ ചെയ്യുന്നത്? പുതുതലമുറയ്ക്ക് നാം എന്താണ് ഇതിലൂടെ പകർന്നു നൽകുന്നത്? തിരുവചനം ഇതിനെപ്പറ്റി പറയുന്നത് സങ്കീർത്തനം 102:6 നാം വായിക്കുന്നു. ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാകുന്നു. ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാകുന്നു. പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അവിടുത്തെ കൃപാകടാക്ഷമടികളിന്മേലുള്ളതിനാൽ സ്തോത്രം ചെയ്യും. ഞങ്ങളെപ്രകാരമുള്ള ജീവിതമാണ് ഈ ലോകത്ത് നയിക്കുന്നതെന്ന് ഒന്ന് ധ്യാനിപ്പാൻ തക്കവണ്ണം തരുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതം അങ്ങയ്ക്ക് അനുരൂപമായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വേർപാട് ഈ ലോകത്തോട് ചേർന്ന് ജീവിപ്പാനല്ല, കർത്താവിനോട് ചേർന്ന് വസിപ്പാൻ തക്കവണ്ണമായിരിക്കാൻ ഇടയാക്കണമേ. തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. ഈ പകലിനായി സ്തോത്രം. കേൾക്കുന്ന വചനം ഓരോ ഹൃദയങ്ങളിലും സ്ഥായിയായി തീരുവാനും വ്യതിയാനം ഉളവാക്കുവാനും ഇടയാക്കി തീർക്കണമേ. അടിയങ്ങൾ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രനുള്ള യേശുവിന്റെ വിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, കഷ്ടതയിൽ കഴിയുന്ന ഒരു ദുഃഖിതൻ്റെ ദൈവസന്നിധിയിൽ കഴിക്കുന്ന പ്രാർത്ഥനയാണ് 102-ാം സങ്കീർത്തനം. 3 ഭാഗങ്ങളായി ചുരുക്കി പറഞ്ഞാൽ, ആദ്യ ഭാഗം മനുഷ്യൻ്റെ ഹൃദയവേദനയെപ്പറ്റി പ്രതിപാദിച്ചിരിക്കും 1 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങൾ. 2-ാം ഭാഗം ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിവാക്കുന്നതാണ്, 12 തൊട്ട് 22 വരെയുള്ള വാക്യങ്ങൾ. 3-ാം ഭാഗം നിത്യനായ ദൈവം ആര് അന്ന് വെളിവാക്കിയിരിക്കുന്നു, 23 തൊട്ട് 28 വരെ വാക്യങ്ങൾ. ഇവിടെ നാം ദർശിക്കുന്നത് മനുഷ്യൻ്റെ ഏലോക ജീവിതം താൽക്കാലികമാണ്, കഷ്ടത നിറഞ്ഞതുമാണ്. എന്നാൽ ദൈവം നിത്യനാണ് എന്ന സത്യം. ഇന്നത്തെ കുറിവാക്യത്തിൽ നാം വായിച്ചു, ദുഃഖിതനായ വ്യക്തിയുടെ ജീവൻ വേഴാമ്പൽ മരുഭൂമിയിലായിരിക്കുന്ന അവസ്ഥയെന്ന്. വെള്ളത്തിനരികിൽ ജീവിക്കേണ്ട വേഴാമ്പൽ മരുഭൂമിയിലായാൽ അത് ദാഹത്തോട് കഷ്ടപ്പെടും. മരുഭൂമിയിലെ വേഴാമ്പൽ ലോകത്തെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയുടെ ആന്തരിക അവസ്ഥയെ വെളിവാക്കുന്നു. താൻ ആയിരിക്കേണ്ടയിടത്ത് ആയിരിക്കാതെ മോഹവലയത്തിൽപ്പെട്ട് തെറ്റായ സ്ഥാനത്തായിത്തീരുക. ദൈവവചനം പറയുന്നത് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കാനായിട്ടാണ്. നാം വായിക്കുന്ന എഫേസ്യ ലേഖനം 2:10 നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ഇന്ന് ഈ വചനം ശ്രവിക്കുന്ന നമ്മുടെ ഹൃദയങ്ങൾ അങ്ങനെ തന്നെയാണോ? നാം ആയിരിക്കേണ്ടിടത്ത് ആയിരിക്കാതെ ഇരിക്കുന്ന അവസ്ഥ സഭയിലുണ്ട്. വചനം കേൾക്കുന്നുണ്ട്, അനവധി ഗാനങ്ങൾ പാടുന്നുണ്ട്, പ്രാർത്ഥന കേൾക്കുന്നു. എന്നാൽ ഉള്ളിൽ ഒരു വരൾച്ചയുണ്ടോ? എങ്കിൽ യേശുവിൻ്റെ വിളി നാം ശ്രദ്ധിക്കുമോ? ജീവജലത്തിൻ്റെ അടുക്കലേക്ക് നാം തിരിയുവാനായിട്ട് കർത്താവായ യേശു ഇങ്ങനെ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 7:37 ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. നാം നമ്മുടെ ദാഹം മറയ്ക്കേണ്ടതല്ല, നമ്മുടെ വരൾച്ച ഒളിപ്പിക്കേണ്ടതല്ല. നാം നമ്മുടെ ആത്മാവിൻ്റെ ശൂന്യത ദൈവസന്നിധിയിൽ സമ്മതിക്കുക മാത്രം ചെയ്യുക. യേശു പറയുന്നു, എൻ്റെ അടുക്കൽ വരിക. ഹൃദയത്തെ തൊടുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു സഹോദരൻ ഒരിക്കൽ വന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ കൂട്ടുകാരനെ കാണാൻ പോകുന്നു. ഞാൻ അവന് ഏറ്റവും അത്യുത്തമമായ ഒരു സമ്മാനം മേടിച്ചു കൊണ്ടുപോകും. അതെന്താണ്? ആ സമയത്ത് മൊബൈലൊക്കെ വരുന്നതിന് മുമ്പ് ഉള്ളൊരു അധിക പ്രചാരം പ്രാപിക്കുന്നതിന് മുമ്പുള്ള ഒരു കാര്യമാണ്. അവനൊരു മൊബൈൽ അവൻ്റെ മൊത്തം ശമ്പളം കൊടുത്ത് വാങ്ങി നാട്ടിൽ പോയി. തൻ്റെ അയൽപക്കാരനായ സുഹൃത്ത് അല്ലെങ്കിൽ സ്നേഹിതൻ
അവൻ്റെ അതേ പേരാണ് അവനുമുള്ളത്. അവനെ പോയി കണ്ട് വളരെ സന്തോഷത്തോടെ അവൻ ആ മൊബൈൽ കൂട്ടുകാരനെ ഏൽപ്പിച്ചു. കൂട്ടുകാരനത് കണ്ടിട്ട് മേശപ്പുറത്ത് വെച്ചു, ഒന്നും പറഞ്ഞില്ല. പക്ഷേ അത് ഈ ഗിഫ്റ്റ് കൊടുത്ത ആൾക്ക് വളരെ വിഷമമുണ്ടായി. എന്താണ് ഒരു സന്തോഷമില്ലാതെ ഒന്നും പറയാതെ ഇരിക്കുന്നത്? വളരെ ആകുലപ്പെട്ടു. താൻ സന്തോഷത്തോടെ മൊത്തം തൻ്റെ സാലറി മുഴുവൻ ചിലവാക്കി മേടിച്ചു കൊടുത്തതിന് ഒരു നന്ദി വാക്ക് പോലും, ഒരു നന്മ പോലും പറയാതിരുന്നത് എന്താണ്? ആ സുഹൃത്തിനെ കണ്ടതിൽ സന്തോഷമുണ്ട്, പക്ഷേ ആ സുഹൃത്ത് സന്തോഷവാനായി കണ്ടില്ല. ആ സുഹൃത്ത് വണ്ടിയുണ്ട്, കോൺട്രാക്ടറാണ്, വലിയ വീടുണ്ട്, സർവ്വതും ഒന്നിനും കുറവില്ല. അങ്ങനെയുള്ള വ്യക്തിയാണ്. ഇദ്ദേഹം ഒരു ചെറിയ ഡ്രൈവറാണ്, ഒരു ചെറിയ പിക്കപ്പ് ഡ്രൈവറാണ്. ഒടുവിൽ അദ്ദേഹം അവധി കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിൻ്റെ തലേദിവസം തൻ്റെ കൂട്ടുകാരനെ പോയി കണ്ടിട്ട് ചോദിച്ചു, നിനക്ക് ഞാനൊരു സമ്മാനം തന്നു, നിനക്ക് അതിൽ സന്തോഷമില്ലാതിരുന്നത് എന്താണ്? എനിക്ക് വളരെ വിഷമമുള്ളവായി. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞത് ഇതാണ്, എൻ്റെ അടുത്ത് വേറെ 2 മൊബൈലുണ്ട്, നീ ഇത് 3ാമതായിട്ട് തന്നു, ഞാൻ എന്തു ചെയ്യും? അന്നേരം ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ആണ് ഒരു ഗിഫ്റ്റായിട്ട്, ഒരു സമ്മാനമായിട്ട് തരേണ്ടത്? നീ എന്നോട് പറ, ഞാനത് എന്തായിരുന്നാലും എങ്ങനെയായിരുന്നാലും നിനക്ക് ഞാൻ മേടിച്ചുകൊണ്ട് തരും. ആ കൂട്ടുകാരൻ പറഞ്ഞൊരു വാക്ക് കേട്ട് ഈ ഡ്രൈവറായ ആ വ്യക്തി സ്തംഭിച്ചിരുന്നു പോയി. ചോദിച്ചു, നീ പോകുന്നിടത്ത് ഇച്ചിരി സമാധാനം എനിക്ക് മേടിച്ചുകൊണ്ട് തരാൻ സാധിക്കുമോ? ചില സമാധാനം നീ എനിക്ക് മേടിച്ചുകൊണ്ട് തരാൻ സാധിക്കുമോ? എനിക്കത് മതി. എനിക്കില്ലാത്തതൊന്നുമില്ല. ധനമുണ്ട്, സമ്പത്തുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ ഇല്ലാത്തതൊന്നാണ് സമാധാനം. ഇത് കേട്ടിട്ട് ഈ ഡ്രൈവറായിരുന്ന തുച്ഛശമ്പളം വരുമാനമുള്ള വ്യക്തി കണ്ണുനീർ വാർത്തു. കാരണം അവൻ്റെ ഉള്ളത്തിൽ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. അവൻ ദൈവത്തിലാണ് ആശ്രയിച്ചത്. മറ്റവനോ തൻ്റെ ധനസമ്പത്തിൽ വെച്ചു, പക്ഷേ സമാധാനം പ്രാപിക്കാൻ സാധിച്ചില്ല. ഇതാണ് വ്യക്തിജീവിതങ്ങളുടെ ഉള്ളങ്ങളിൽ ഉണ്ടാകാവുന്ന ചിന്തകൾ, വിചാരങ്ങൾ. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ്റെ ഉള്ളിൽ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. അത് ദൈവത്തിൽ നിന്ന് പ്രധാനം പ്രാപിക്കുന്നതാണ്. പ്രിയമായവരെ, നമ്മളും അങ്ങനെയാണ്. എല്ലാമുണ്ട്, പക്ഷേ സമാധാനമുള്ളിലില്ല, സന്തോഷമുള്ളിലില്ല. അഥവാ ഒന്നുമില്ലാത്ത അവസ്ഥയിലും സന്തോഷവും സമാധാനവും ഉൾക്കൊള്ളുവാൻ നിനക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മശക്തി നിന്നെ ഭരിക്കുന്നുവെന്ന് നീ ഓർക്കുക. അതെ, കർത്താവ് ദാഹിക്കുന്നവരെ തേടിയെത്തുന്ന യേശുവിൻ്റെ സ്നേഹം നാം ശമരിയ സ്ത്രീയുടെ ജീവിതത്തിലൂടെയാണ് കണ്ടിട്ടുള്ളത്. എത്രമാത്രം യേശുവിൻ്റെ കരുതൽ ഒരു വ്യക്തിക്കായിട്ടുണ്ട് എന്ന് ഈ ചരിത്ര സംഭവത്തിലൂടെ തിരുവചനത്തിൽ നാം മനസ്സിലാക്കുന്നു. നാം ഓരോരുത്തരെയും യേശു അത്യാധികം സ്നേഹിക്കുന്നു. നമ്മെ പേർ ചൊല്ലി വിളിക്കുന്നു, മകനെ, മകളെ എന്ന്. സൗജന്യമായി ജീവൻ്റെ ജലം നൽകി നമ്മെ യഥാസ്ഥാനത്താക്കുവാൻ. അതേ ശമരിയ സ്ത്രീയോട് പറഞ്ഞതുപോലെ ഇന്ന് നമ്മളോടും പറയുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 4:14 പറഞ്ഞു, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീറുറവയായി തീരുമെന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവന് ഒരിക്കലും ദാഹമുണ്ടാകില്ല. ഈ ലോകം തരുന്ന സന്തോഷം താൽക്കാലികമാണ്. ആ നേരത്തെ ഞാൻ പറഞ്ഞ ആ യഥാർത്ഥ അവസ്ഥയിലൂടെ മൊബൈൽ കൊടുത്തിട്ടും അദ്ദേഹം പറഞ്ഞു, എല്ലാം ഉണ്ടായിട്ടും എനിക്ക് സന്തോഷവും സമാധാനവുമില്ല. പക്ഷേ യേശു തരുന്ന ജീവജലം ഹൃദയം നിറയ്ക്കുന്നു. ഇന്ന് ഈ നിമിഷം ദൈവം നമ്മോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ദാഹിക്കുന്നുവോ? നിങ്ങൾ മരുഭൂമിയിലെ വേഴാമ്പലായി കഴിയുകയാണ്. നിങ്ങൾ തിരികെ വരാൻ തയ്യാറാണ്. മറക്കരുത്, ജഡവും ആത്മാവും തമ്മിലുള്ള വ്യത്യാസം നാം അറിഞ്ഞിരിക്കണം. ജഡം താൽക്കാലികമായ ആത്മാവിൻ്റെ മൺകൂടാരം മാത്രമാണ്. അത് അസ്ഥിരമാണ്. ആയതിനാൽ ജഡം ആത്മാവിന്മേൽ കർത്തൃത്വം ചെയ്യുവാൻ ഒരിക്കലും അനുവദിക്കരുത്. അതിൻ്റെ പ്രലോഭനത്തിൽ പെടുകയുമരുത്. ക്രിസ്തുവിൻ്റെ ജഡമരണം നമ്മുടെ ജഡിക ജീവിതത്തെ ജയിക്കാനുള്ള വഴിയായിരുന്നു.
കർത്താവ് ജഡത്തിൽ മരിച്ചത് നമ്മുടെ പാപത്തിനായിട്ടാണ്. 1 പത്രോസ് 3:18 പറയുന്നു, ക്രിസ്തു ജഡത്തിൽ മരിക്കുകയും ആത്മാവിൽ ജീവിക്കുകയും ചെയ്തു. അവൻ്റെ ജഡമരണം ജഡത്തിൻ്റെ ശക്തിയെ തകർക്കുവാനായിരുന്നു. ആത്മാവിന് മരണമില്ല എന്ന് ഓർക്കണം. യോഹന്നാൻ സുവിശേഷം 11:25 യേശു പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. ക്രിസ്തുവിൽ വസിക്കുന്നവൻ എപ്പോഴും ജീവനുള്ളവരാണ്. ആത്മീയ ജീവൻ നിത്യമാണ്, ജഡം നശിക്കുന്നതാകും. ജഡത്തെ ആയതിനാൽ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കുക എന്നതാണ് അനിവാര്യം. ഗലാത്യലേഖനം 5:24 പറഞ്ഞു, ക്രിസ്തുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ വാസനകളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. അതായത് സ്വാർത്ഥത, പാപഗ്രഹം, ജഡീക വാസനകൾ എന്നിവയെ നിരാകരിക്കുക. ജഡത്തിൽ ജീവിക്കാതെ ആത്മാവിൽ നടക്കുക. റോമാലേഖനം 8:13 പറയുന്നു, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരവിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ചുരുക്കമായി പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു ജഡത്തിൽ മരിച്ചതിൻ്റെ ഒരു ആത്മീയ പാഠം നാം ജഡീക ജീവിതത്തെ അതിജീവിച്ച് ആത്മാവിൽ നടക്കണമെന്നതാണ്. ജഡം നശിക്കും, ആത്മാവ് നിത്യമാണ്. അതുകൊണ്ട് ജഡത്തിൻ്റെ രാഗമോഹങ്ങളെ ക്രൂശിച്ച് ക്രിസ്തുവിൽ പുതുജീവിതം നയിക്കുക എന്നതാണ് വിശ്വാസിയുടെ വിളി. ജഡത്തെ ജയിക്കാതെ ആത്മീയ ഉയർച്ച സാധ്യമല്ല. ജഡത്തിൻ്റെ ആഗ്രഹങ്ങളെ ക്രൂശിച്ച് ആത്മാവിൻ്റെ നയത്തിൽ ജീവിക്കുമ്പോഴാണ് ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിക്കുവാൻ കഴിയുന്നത്. ജഡത്തിൻ്റെ പ്രവൃത്തി എന്താണ് എന്ന് ഗലാത്യലേഖനം 5:19-21 ഭാഗത്ത് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാക്കുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യത്തെ അവകാശമാക്കുകയില്ല. അപ്രകാരം ആത്മാവിൻ്റെ ഫലത്തെപ്പറ്റി 5:22-25 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. നാം എപ്പോഴും ഓർക്കുക, ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. പ്രവൃത്തിയുടെ പുസ്തകം 3:19 പറയുന്നു, ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മായ്ഞ്ഞ് കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ, പശ്ചാത്തപിച്ച് മടങ്ങി വരുവീൻ, നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു പോകും. ഇത് കുറ്റപ്പെടുത്തലല്ല, ഇത് ക്ഷണമാണ്, ഇത് കരുണയുടെ വിളിയാണ്. എന്തുകൊണ്ടെന്നാൽ സങ്കീർത്തനം 103:8 പറയുന്നു, യഹോവ കരുണയും കൃപയും നിറഞ്ഞവൻ ആകുന്നു, ദീർഘക്ഷമയും മഹാദയമുള്ളവൻ തന്നെ. അതിനാൽ പ്രാർത്ഥനയിലേക്ക് നമുക്ക് നിശബ്ദമായി കർത്താവിനോട് പറയാം, കർത്താവായ യേശുവേ, ഞാൻ ലോകത്തിൻ്റെ മോഹപ്രകാരം ജഡീക ജീവിതം നയിച്ചുപോയി. എന്നിൽ സമാധാനമില്ല, ആകുല ചിന്തകളാൽ ഞാൻ ഭാരപ്പെടും. തമ്പുരാനെ, അടിയന് ദാഹമുണ്ട്, എനിക്ക് ജീവജലം തരണമേ, എൻ്റെ ഹൃദയം പുതുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഓർക്കുക, അന്തിമമായിട്ടൊരു വാക്യം കൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 22:17 പറയുന്നു, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ഇത് അവസാന വിളിയാണ്. ഇത് കരുണയുടെ വാതിൽ തുറന്നിരിക്കുന്ന സമയമാണ്. പ്രിയമുള്ളവരെ, മരുഭൂമിയിലെ വേഴാമ്പലായി തുടരേണ്ട. ജീവൻ്റെ നദിയിലേക്ക് പറന്നു വരൂ, യേശുവിൻ്റെ അടുക്കൽ വരൂ. ഇന്ന് ദാഹം തീരട്ടെ, ഇന്ന് ഹൃദയം നിറയട്ടെ, ഇന്ന് പുതുജീവൻ ആരംഭിക്കട്ടെ. നിങ്ങളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയും ഈ വചനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ വ്യതിയാനത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുകയും ചെയ്യുക എന്ന് ഞാൻ നിങ്ങളോട് വിനയമായിട്ട് പറയുകയാണ്. സമയം അധികരിച്ചു പോകും, നാളുകളധികമില്ല. ജീവിതത്തിൻ്റെ അവസാനം ഏത് നിമിഷമെന്ന് നമ്മൾ അറിയുന്നില്ല. എങ്കിലും പ്രിയമുള്ളവരെ, കിട്ടുന്ന അവസരം തക്കത്തിൽ ഉപയോഗിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ ഞങ്ങൾ മേൽ കൂടി വ്യാപരിക്കുകയും നമ്മുടെ സകല പാപങ്ങളും അകൃത്യങ്ങളും അകറ്റി നമ്മളെ ശുദ്ധീകരിക്കുകയും നിത്യജീവനായിട്ട് സ്ഥായിയുള്ളവരാക്കി ഞങ്ങളെ തീർക്കുകയും ചെയ്യും. നമ്മെ യഥാസ്ഥാനപ്പെടുത്തും. ആ ക്രിസ്തു നമ്മളെ സ്നേഹിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ദൈവം അനുഗ്രഹം നൽകി
പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.